മറ്റു വാർത്തകളിലേക്കാണ്. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ കരിമേഘ പടലങ്ങൾ പൂർണ്ണമായും ഇന്ത്യ വിട്ടു. ഇന്നലെ രാത്രി 11 മണിയോടെ മേഘങ്ങൾ പൂർണ്ണമായും ചൈനയിലേക്ക് കടന്നെന്ന് കാലാവസ്ഥാ സ്ഥിരീകരണ കേന്ദ്രം അറിയിച്ചു. എങ്കിലും DGCA വിമാന കമ്പനികൾക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ചേർന്നുണ്ട്. അർജുൻ, ഏറെ ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ കരിമേഘ പടലങ്ങൾ. അതിപ്പോൾ നീങ്ങി എന്നത് ആശ്വാസകരമായ കാര്യമാണ്. 52ഓളം വിമാന സർവീസുകളെ ഇത് ബാധിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ കരിമേഘ പടലങ്ങൾ മാറിയ സ്ഥിതിക്ക് വിമാന സർവീസുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ? മറ്റ് വിശദാംശങ്ങൾ. ഇന്ത്യയിലെ വ്യോമയാന ഗതാഗതമെല്ലാം തന്നെ ഇതിനോടകം സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ DGCAയുടെ നിർദ്ദേശം തുടരുന്നത് നിലവിൽ അന്തരീക്ഷത്തിലുള്ള ഈ സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ ചാരവും കലർന്നിട്ടുള്ള അതിൻ്റെ അംശങ്ങൾ അത് പൂർണ്ണമായും മാറുന്നത് വരെ, അത് നീങ്ങിക്കിട്ടുന്നത് വരെ നിർദ്ദേശം തുടരണം എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വിമാനങ്ങൾക്ക് കൂടുതൽ കേടുപാടുകളോ തുടർന്നുള്ള സർവീസുകളെ ബാധിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതൊരു പക്ഷേ ഇന്ന് വൈകിട്ടോടെ തന്നെ അക്കാര്യത്തിലും പൂർണ്ണമായിട്ടും ഒരു ആശ്വാസം ലഭിച്ചേക്കാം. പൂർണ്ണ തോതിൽ തന്നെ കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയിട്ടുള്ള വിമാന സർവീസുകൾ അടക്കം പുനരാരംഭിക്കാൻ സാധിക്കും, സാധാരണ നിലയിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ വ്യോമയാന സർവീസുകൾ, പ്രത്യേകിച്ചും ആഭ്യന്തര സർവീസുകളെ നിലവിൽ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഒപ്പം ഇന്ന് ഒരു വിമാനവും, അത് ഇന്ത്യക്ക് അകത്തു നിന്നായാലും അതല്ല അന്താരാഷ്ട്ര സർവീസുകളായാലും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചാണ്, അതൊന്നും തന്നെ റദ്ദാക്കിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും ആകാശയും സ്പൈസ് ജെറ്റും ഉൾപ്പെടെയുള്ള കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വിമാനത്താവളങ്ങളിൽ അനുഭവപ്പെടുന്ന ഡിലേ, സർവീസുകളിൽ ഉണ്ടാകുന്ന കാലതാമസമുണ്ട്. അത് പക്ഷേ 10-15 മിനിറ്റൊക്കെയാണ് ശരാശരി വരുന്നത്, അതിലപ്പുറത്തേക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, വലിയൊരു ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.